എനിക്കൊരു ഫോൺ കോൾ വന്നു. ഫോണിന്റെ മറുപടികളിൽ നിന്ന് ആള് പറഞ്ഞു, ഞാൻ അബ്ദുൾ നാസർ മദിനിയാണ്, സലിംകുമാർ ലേബ് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒരു സ്വപ്ന ലോകത്തിലേക്ക് എന്ന പോലെയായിരുന്നു അവിടെ. കാരണം അദ്ദേഹം എന്നെ വിളിക്കുമെന്നോ ഞാൻ ഇതുവരെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ട് എന്നതല്ലാതെ നേരിട്ട് പോലും കണ്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു സിനിമ നിർമ്മിച്ചു എന്നറിയാൻ കഴിഞ്ഞു. ഞാനിപ്പോ ബാംഗ്ലൂരാണ്. ആ സിനിമ ഒരു ദളിത് പക്ഷം സംസാരിക്കുന്ന സിനിമയാണെന്ന് പറഞ്ഞു. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു എന്നറിയിക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷം തോന്നി. കാരണം ഒരു ദളിതന്റെ സിനിമയായിട്ട് ഞാൻ നടക്കാൻ തോന്നിട്ട് 3 കൊല്ലവും ഒന്ന് തിയേറ്റർ കാണിക്കാൻ വേണ്ടി ആദ്യമായിട്ടാണ് ഒരു തണുത്ത കാറ്റ് ഇങ്ങനെ ബാംഗ്ലൂരിൽ എനിക്ക് വീശിയത്. ആദ്യമായിട്ടാണ് എന്നെ അഭിനന്ദിച്ചത്. താൻ ചെയ്ത കുറ്റം എന്തെന്നറിയാതെ ശിക്ഷ അനുഭവിക്കപ്പെടുന്ന ഒരു മനുഷ്യന്റെ വാക്കുകൾ കേട്ടപ്പോൾ എന്റെ കണ്ണു മനസ്സിലായി. അപ്പൊ ഞാൻ ഇപ്പോഴും അടിയുറച്ച് പറയുകയാണ്, ഞാൻ വന്നത് ഈ അവാർഡ് വാങ്ങാനല്ല, അദ്ദേഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി മാത്രമാണ്. അദ്ദേഹത്തിന് എന്റെയും എന്റെ കുടുംബത്തിന്റെയും എന്നെ സ്നേഹിക്കുന്നവരുടെയും പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടി ആണയിട്ട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകിയ ഈ അവാർഡിനെ ഈ സ്നേഹാദരങ്ങൾക്ക് നന്ദിയുണ്ടാകും എന്ന് അറിയിച്ചുകൊണ്ടും അടുത്ത വർഷം നമ്മളെല്ലാവരും അദ്ദേഹവും കൂടുന്ന ഈ വേദിയിൽ ഞാൻ ഉണ്ടാകും എന്ന് തന്നെ ഉറപ്പ് നൽകിക്കൊണ്ട് സർക്കാരും 5 മിനിറ്റാണ് എനിക്ക് അനുവദിച്ച സമയം. എങ്കിലും ഞാൻ എന്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കാതെ, കാരണം ഒരുപാട് പേര് എനിക്ക് സംസാരിക്കാറുണ്ട്. ഞാൻ സംസാരിക്കാൻ വാവിട്ട എന്ന് വിളിച്ചു പറയുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് സമയമൊന്നുമില്ല, എങ്ങനെ പോകുമോ, 1-2 മണിക്കൂറിൽ പോകാൻ പറ്റും. പക്ഷേ ബഹുമാനപ്പെട്ട അതിഥികൾ ഇവിടെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും സർവശക്തൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥനയുകൊണ്ട് തൽക്കാലം ഞാൻ വിട പറയുന്നു. സ്നേഹത്തോടെ നിങ്ങളുടെ സലിംകുമാർ.